ചെങ്കടൽ സംരക്ഷിക്കാൻ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ബഹുരാഷ്ട്ര പ്രതിരോധ സഖ്യം രൂപീകരിച്ചു. ഇതിനുവേണ്ടി കഴിഞ്ഞ ദിവസം റിയാദിലാണ് ഈ മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. 43 രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. രാജ്യങ്ങളെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. എന്നാൽ 14 രാജ്യങ്ങൾ ഇതിന് അനുകൂലമായ രീതിയിലുള്ള നിലപാടെടുത്തു എന്നും അനുകൂലമായിരിക്കുന്ന നിലപാടെടുത്ത രാജ്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് BBC അടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. വിഷയം എന്ന് പറഞ്ഞാൽ നിർമ്മാണത്തിൽ തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കല്ലുകടി എന്ന് പറഞ്ഞ രീതിയിലാണ് ഒമാനും UAEയും ഇതിനോട് സഹകരിച്ചിട്ടില്ല. അതായത് ബഹിഷ്കരിച്ച തരത്തിലാണ് അതിൻ്റെ ഭാഗങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എത്രത്തോളം വിജയിച്ചെടുക്കാൻ വേണ്ടി പറ്റും, എന്തൊക്കെയാണ് ഉദ്ദേശ കാര്യങ്ങൾ, അമേരിക്ക ഇല്ലാത്ത ഈ ഐക്യസഖ്യം എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന കാര്യമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സാമ്പത്തിക മേഖലയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന 2 കടലിടുക്കുകൾ. ഒന്ന് ഇറാൻ്റെ ഹോർമുസ് കടൽ, രണ്ടാമത് ചെങ്കടൽ. ഈ 2 കടലും അറേബ്യൻ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ല. അത് രണ്ടും ഇറാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് പ്രത്യേകത. അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഞെട്ടിപ്പോയിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചിട്ടുള്ള പിന്നീടുള്ള സാമ്പത്തിക വിഷയങ്ങളെല്ലാം വിലയിരുത്തുന്ന സമയത്ത് ഇത് വളരെ വളരെ നിർണായകമാണ് എന്ന് അമേരിക്ക പോലും മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ബോധ്യപ്പെട്ടത് പിന്നീടാണ്. പലതരത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചാ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതായത് പ്രശ്ന പരിഹാരം എന്ന നിലക്കൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇറാൻ ഈ കാര്യം ബോധ്യപ്പെടുത്തുമായിരുന്നു, അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഞങ്ങൾ ഹോർമുസിനെ നിയന്ത്രിക്കും, അതോടുകൂടി ഞങ്ങളുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ലോകം അനുഭവിച്ചറിയുമെന്നുള്ളതാണ്. ഞങ്ങളുടെ രാജ്യത്ത് കുടിവെള്ളമില്ലെങ്കിൽ അത് ലോകം അനുഭവിക്കുന്ന തരത്തിലേക്ക് മാറ്റാൻ ഞങ്ങൾ ഹോർമുസ് കൃത്യമായ രീതിയിൽ ഞങ്ങളുടെ ഒരു ആത്മാവായിട്ട് തന്നെ പ്രവർത്തിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതങ്ങനെ തന്നെ അവർ ഉപയോഗിക്കുകയും ചെയ്തു. ആണവായുധത്തെക്കാൾ മൂർച്ചയുണ്ട് ഹോർമുസ് കടലിടുക്കിന് എന്ന് ചരിത്രകാരന്മാർ പറയപ്പെട്ടത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്നതാണ്. ചെങ്കടലിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിരിക്കുന്ന ഒരു റൂട്ട് പാതയായിട്ട് മുൻപുള്ള പോലെ തന്നെ ചെങ്കടൽ നിലനിൽക്കണം. ഇപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലിലൂടെ അവർക്ക് കപ്പൽ ഓടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പോൾ ചെങ്കടലിലൂടെയും പറ്റുന്നില്ല. ചെങ്കടലിലൂടെ പറ്റാതെ നിൽക്കുന്ന സമയത്ത് അവരുടെ ബാബുൽ മന്ദബിലൂടെ അതും പറ്റില്ല. അങ്ങനെ സാമ്പത്തിക മേഖലയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. സൗദിനെ മാത്രമല്ല അറേബ്യൻ രാജ്യങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇതിന് ഒരു യുദ്ധം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്കയിൽ ഇടപെട്ടുകൊണ്ട് ഒരു പ്രശ്നം പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. കുറേ ആയാലും ഇപ്പോൾ കാണുന്നു, ഒന്നും നടക്കുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മറ്റു രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ നേതൃത്വത്തിലൊരു സഖ്യം രൂപീകരിക്കുന്നത്. ബഹുരാഷ്ട്ര സമുദ്ര പ്രതിരോധ സഖ്യം, മൾട്ടിനാഷണൽ മാരിടൈം ഡിഫൻസ് കോalition എന്നാണ് ഇതിൻ്റെ പേര്. ചെങ്കടൽ, ബാബുൽ മന്ദബ്, ഏദൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലെ കടൽ ഗതാഗതം സംരക്ഷിക്കാൻ വേണ്ടി അഥവാ ഹൂത്തികളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സഖ്യം രൂപീകരിച്ചത്. അതിലേതൊക്കെ രാജ്യങ്ങളുണ്ട് നമുക്ക്? സൗദി അറേബ്യക്ക് പുറമെ കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, ജോർദാൻ, ഈജിപ്ത്, യമൻ, തുർക്കി, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നൈജീരിയ, സുഡാൻ, ജിബൂട്ടി, സോമാലിയ. വിഷയം UAEയും ഒമാനും ഇതിന് അനുകൂലമല്ല, ഇവരുമായിട്ട് സഹകരിച്ചിട്ടില്ല. ഇപ്പോൾ അതിൽ തുർക്കി, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, സോമാലിയ ഈ 4 രാജ്യങ്ങൾ ചെങ്കടലുമായിട്ട് ബന്ധം ഇല്ലാത്ത രാജ്യമാണ്. ചെങ്കടലുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. കടലിടുക്കുമായിട്ട് ബന്ധമുണ്ട്. പാകിസ്ഥാൻ കടലിടുക്കിൻ്റെ ഭാഗമാണ്, തുർക്കിയും അങ്ങനെയാണ്, ബംഗ്ലാദേശും അങ്ങനെയാണ്, സോമാലിയ അങ്ങനെയാണ്. പക്ഷേ ഇവരുമായിട്ട് ചെങ്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല. എന്നാൽ ഇവരുടെ സഹായം അനിവാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇവരിലേക്ക്, അതായത് ചെങ്കടൽ കടന്നുകൊണ്ട് ഈ പറയപ്പെട്ട തുർക്കി ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും സോമാലിയ ആണെങ്കിലും അതിലേക്കൊക്കെ ഈ പെട്രോളിയം വഹിച്ചുകൊണ്ടുള്ള കപ്പൽ പോകുന്നുണ്ട്. അവരും ഇതിൻ്റെ ഭാഗമാണ് എന്ന് ചുരുക്കം. 43 രാജ്യപ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. റിയാദിലാണ് ഈ ചർച്ച വിളിച്ചു ചേർത്തത്. 43 രാജ്യങ്ങൾ പങ്കെടുത്ത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്.
സൈനിക സഖ്യമാകാൻ വേണ്ടി ഇവർക്ക് സാധിക്കുമോ എന്നുള്ള ഒരു വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് പറയാമെന്ന് ഓരോരോ രാജ്യവും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞിരുന്നു. 43 സഖ്യ രാജ്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് 14 മൈനസ് ചെയ്താൽ പിന്നീട് 20-ലധികം രാജ്യങ്ങളുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളുടെ ലിസ്റ്റ് കാര്യങ്ങൾ സൗദി അറേബ്യ പുറത്ത് വിട്ടിട്ടില്ല. മറ്റ് അന്താരാഷ്ട്ര മീഡിയകളിൽ അത് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഏതൊക്കെ രാജ്യമാണ് എന്നുള്ളത്. കാര്യം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഓരോരോ രാജ്യവും ഒരു നിലപാട് പറയുമ്പോൾ അതിന് വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടി പറയേണ്ടതുണ്ട്. കാര്യം യുദ്ധമാണ്. ഭാവിയിൽ ഒരു വാക്ക് പോലും യുദ്ധത്തിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്തുണ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അമേരിക്കക്ക് പിന്തുണ നൽകാത്തതിൻ്റെ കാര്യം എന്താണ്? യുദ്ധത്തിലേക്ക് തങ്ങൾ പ്രവേശനം നൽകുന്നതിൻ്റെ അനുമതി പത്രമാണ് പിന്തുണ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളോട് പല ഘട്ടങ്ങളിലായിട്ട് അമേരിക്ക പ്രസിഡൻ്റായിരിക്കുന്ന ജോ ബൈഡനും പിന്നീട് പ്രസിഡൻ്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപും പല ഘട്ടങ്ങളിലായി സഹായിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. ആരും സഹായിച്ചിട്ടില്ല. ഇവിടെ മറ്റൊരു പ്രശ്നം വരുന്നത് ഹൂത്തികളാണ് ഇവിടുത്തെ പ്രധാന കക്ഷികൾ, ഇറാൻ അല്ല. ഇറാൻ ഹൂത്തികളെന്ന് പറയുന്ന സമയത്ത് ഇറാൻ്റെ മിലീഷ്യ ഗ്രൂപ്പാണ്, ഷിയ വിഭാഗമാണ്. അവർ സെന കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സൈനിക ട്രൂപ്പാണ്. അത് ഒമാൻ്റെ യമൻ്റെ തലസ്ഥാനമാണ് സെന എന്ന് പറയുന്നത്. അതിൻ്റെ പരമാവധി മേഖലയെല്ലാം ഈ വിഭാഗത്തിനാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എണ്ണപ്പെട്ട രാജ്യങ്ങളിൽ നമ്മൾ 14 രാജ്യം എണ്ണതിൽ അതിലൊന്ന് യമനാണ്. യമൻ എന്ന് പറഞ്ഞാൽ ഹൂത്തികൾ ഉൾക്കൊള്ളുന്ന രാജ്യമാണ്. യമനിലെ ഗവൺമെൻറ് ഔദ്യോഗികപരമായ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരമുള്ളതും UN നേതൃത്വത്തിലുള്ള സഭാ സംവിധാനം അംഗീകരിച്ചതുമാണ് ഈ യമൻ്റെ ഗവൺമെൻറ്റിന്. പക്ഷേ ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സായുധ വിഭാഗമാണ്. പ്രത്യേകമായിരിക്കുന്ന ഒരു സൈനിക ട്രൂപ്പായിട്ട് ചില പ്രദേശങ്ങൾ പിടിച്ചടക്കിയിട്ട് അവർ ആ ഭാഗത്ത് ഭരിക്കുന്നു. എന്നാൽ പല ഘട്ടങ്ങളിൽ സംയുക്തമായ രീതിയിലുള്ള ഇടപെടലുകളൊക്കെ യമൻ ഗവൺമെൻറ് ഹൂത്തികളെ നടത്താറുണ്ട്. കാര്യം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിൽ തുറന്നൊരു യുദ്ധം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഹൂത്തികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, ഹൂത്തികൾക്കും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് യമൻ സർക്കാർ ഹൂത്തികളുമായി സഹകരിച്ചുകൊണ്ടാണ് നിന്നത്. സംയുക്തമായ രീതിയിലാണ് അതിനെ പ്രതിരോധിച്ചത് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. പിന്നീട് ഹൂത്തികളുമായി ബന്ധപ്പെട്ടൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു. ആ കരാർ വ്യവസ്ഥ പ്രകാരം യുദ്ധം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കില്ലെന്ന് ഹൂത്തികളും യമനിൽ കയറിയിട്ട് ആക്രമണം നടത്തില്ലെന്ന് അമേരിക്കയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒമാൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ പ്രകാരം ആ യുദ്ധം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സൂപ്പർ പവറുള്ള അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് പോലും പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ഹൂത്തി വിഭാഗത്തെ സൗദി അറേബ്യയുടെ നേതൃത്വമുള്ള ഒരു വിഭാഗത്തിന് പരാജയപ്പെടുത്താൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ ചർച്ച നടന്നിട്ടൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ഒരു പ്രവർത്തനം സൗദി അറേബ്യക്ക് ചെയ്യണം. സൗദി അറേബ്യയുടെ സർവ്വ മേഖലയും ആക്രമിക്കപ്പെടുന്നുണ്ട്, വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതിനനുസരിച്ച് കൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല, അമേരിക്കയുടെ സഖ്യ സംവിധാനത്തിന് സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു വിഷയത്തിൽ സ്വാഭാവികപരമായ രീതിയിൽ ഏകോപിപ്പിച്ചുകൊണ്ട് ശത്രുപക്ഷത്തിന് പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് തന്നെയാണ് സൗദി അറേബ്യ ചെയ്തത്. പക്ഷേ സൈനികപരമായ രീതിയിലുള്ള ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി ഈ 14 രാജ്യങ്ങളും ശ്രമിച്ചിട്ടില്ല. അങ്ങനൊരു സഖ്യം ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്ന് വിലയിരുത്തുന്നു. ഇതിൽ പ്രധാനമായിരിക്കുന്ന രാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. സൗദി കഴിഞ്ഞാൽ കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, ജോർദാൻ, ഈ 4 രാജ്യങ്ങൾ സൈനികമായ രീതിയിൽ വലിയ ബലക്ഷയമുള്ള രാജ്യമാണ്. ഒരു യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി ഈ 4 രാജ്യങ്ങൾക്കും സാധിക്കുകയില്ല. അവരൊരു സഖ്യ സംവിധാനം ഉണ്ടാക്കിയിട്ട് ഹൂത്തികളെ ആക്രമിക്കുന്ന സമയത്ത് അതിന് പ്രത്യാക്രമണമായ രീതിയിൽ ഇറാൻ്റെ ഭാഗത്ത് തിരിച്ചടി വരുമ്പോൾ പ്രതിരോധിക്കാൻ സാധിക്കുകയില്ല. ഇനി അടുത്തത് ഈജിപ്ത്, യമൻ, തുർക്കി, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നൈജീരിയ, സുഡാൻ, ജിബൂട്ടി, സോമാലിയ. ഇതിലിപ്പോൾ നമ്മൾ ഈജിപ്ത് പറയുന്ന സമയത്ത് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഉള്ള രാജ്യമാണ്, മേഖലയിൽ അത്യാവശ്യം ശക്തിയുള്ള രാജ്യമാണ്. യമൻ നമ്മൾ പറഞ്ഞു, യമനിലെ ആഭ്യന്തരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഹൂത്തികളെ പോലും അടിച്ചൊതുക്കാൻ സാധിക്കാതെ വന്ന ഒരു ഗവൺമെൻറ്റാണ് യമൻ്റെ ഗവൺമെൻറ്. അവർ സൗദി അറേബ്യയുടെയും മറ്റുള്ള രാജ്യങ്ങളുടെയും സഹായം തേടിയിട്ട് പോലും ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അന്താരാഷ്ട്ര തലത്തിലുള്ള സഹായം പോലും യമൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തേടിയിട്ടുണ്ട്, നടന്നിട്ടില്ല. അപ്പോൾ അത് മാറ്റി നിർത്തിയാൽ പിന്നെ തുർക്കിയാണ്. തുർക്കി വലിയ സൈനികമായിരിക്കുന്ന ബലവും ശക്തിയുള്ള രാജ്യമാണ്. 1-ാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ്. പിന്നീടുള്ള പാകിസ്ഥാനാണ്.
പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാ കാലത്തും കൊടികുത്തി വായുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് പാകിസ്ഥാൻ. നേർക്കുനേരെ ഒരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്തിട്ട് വിജയിക്കുക വലിയ പ്രയാസമാണ്. ബംഗ്ലാദേശ് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു. ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഇപ്പോൾ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്, തിരിച്ചങ്ങോട്ട് പോകണമെന്ന് പറയുന്നു. അവിടെ രാഷ്ട്രീയമായിരിക്കുന്ന പ്രതിസന്ധിയും വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ട്. തൊഴിലില്ലായ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കാനുള്ള ആരോഗ്യസ്ഥിതിയൊന്നും നിലവിൽ അവർക്കില്ല. പിന്നീടുള്ള നൈജീരിയയാണ്. നൈജീരിയയിൽ ഈ പറഞ്ഞ പോലെ സാമ്പത്തികപരമായിരിക്കുന്ന വലിയ പ്രശ്നങ്ങളുള്ള രാജ്യമാണ്. പിന്നീട് സുഡാൻ ആണെങ്കിൽ നമുക്ക് ആഭ്യന്തര കലാപമുള്ള രാജ്യമാണ്. പിന്നീട് ജിബൂട്ടിയും സോമാലിയയും ദാരിദ്ര്യ രാജ്യമാണ്. അങ്ങനെ പോകുന്നു. ഇവരെല്ലാവരും കൂടി ഒന്നിച്ചു കൊണ്ടൊരു സൈനിക ബലവും ശക്തിയും ഉണ്ടാക്കും എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. ഏതായിരുന്നാലും ഈ ചെങ്കടൽ സംരക്ഷിക്കാനുള്ള ബഹുരാഷ്ട്ര സമുദ്ര പ്രതിരോധ സഖ്യത്തിൻ്റെ മുന്നേറ്റം എത്രത്തോളം ഉണ്ടാകുമെന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.